നമസ്കാരം. അസ്ഫാഖ് ആലം ഈ പേര് കേൾക്കുമ്പോൾ മലയാളികൾ ഒരേ സ്വരത്തിൽ പറയും, ഇവൻ ഇത് കിട്ടണം, ഇവനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ. കാര്യം, ഒരു പെൺകുഞ്ഞിനെ മദ്യം നൽകി പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി മൃതദേഹം പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ തള്ളിയ ക്രൂരനായ മനുഷ്യനെന്ന പ്രയോഗം തന്നെ ശരിയോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഇരുകാലി എന്ന് വിളിക്കുന്നതാകും ശരി എന്ന് തന്നെ തോന്നുന്നു. കാര്യം, മനുഷ്യത്വമില്ലായ്മയുടെ രൂപമാണ് അസ്ഫാഖ് ആലം. അത്രത്തോളം ക്രൂരമായ ചെയ്തിയാണ് ഇയാൾ ആ പിഞ്ചു കുഞ്ഞിനോട് പ്രവർത്തിച്ചത്. 100 ദിവസം കൊണ്ട് തന്നെ പോക്സോ കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു. കേരളത്തോട് നന്ദിയുണ്ടെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളും അഭിപ്രായ പ്രകടനം നടത്തി. പക്ഷേ ചിലർക്ക് അതത്ര രസിച്ചിട്ടില്ല. അസ്ഫാഖ് ആലത്തിന് വധശിക്ഷ വിധിച്ചതിന് എതിരെ പ്രമുഖ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് പ്രേംകുമാർ രംഗത്തെത്തിയിരിക്കുന്നു. ഫേസ്ബുക്കിൽ അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ആരുടെയോ ഫേസ്ബുക്ക് കുറിപ്പിന് എന്ത് പ്രസക്തി എന്ന് ചിന്തിച്ചേക്കാം. എന്നാലും ഈ വിഷയത്തിലുണ്ടാകുന്ന ഏത് പ്രതികരണവും മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ അമ്പരപ്പിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ കൊണ്ടും സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. പരക്കെ ഇടതുപക്ഷ ചിന്തകൻ എന്ന രീതിയിലാണ് പലപ്പോഴും ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കാറുമുള്ളത്. വ്യക്തമായി പല കാര്യങ്ങളെക്കുറിച്ചും ചില നിരീക്ഷണങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ പതിവാണ്. അതിനിടയിലാണ് ഇപ്പോൾ വിവാദമായ പരാമർശവുമായി എത്തിയിരിക്കുന്നത്. പ്രാകൃതമായ ശിക്ഷാരീതിയാണ് തൂക്കിക്കൊല്ലൽ എന്നാണ് പ്രേംകുമാറിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ ആദ്യ വാചകം. എത്ര കൊടിയ കുറ്റത്തിൻ്റെ പേരിലായാലും ശരി, ഇനിയും മനുഷ്യൻ തുടരാൻ പാടില്ലാത്ത പ്രാകൃതമായ ശിക്ഷാരീതിയാണ് തൂക്കിക്കൊല്ലൽ എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരുന്ന കാലത്ത് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം തൻ്റെ നിരീക്ഷണത്തിന് ന്യായീകരണം കണ്ടെത്തിയിരിക്കുന്നത്. ദാരിദ്ര്യത്തിന് പരിഹാരമല്ല ചാരിറ്റി എന്നതുപോലെ കുറ്റവാസനയ്ക്ക് പരിഹാരമല്ല വധശിക്ഷ എന്ന് തന്നെയാണെന്നും നിലപാട്. ഇന്നും അത് തന്നെയാണ് നിലപാട്. ശരിയായിരിക്കാം, പ്രേംകുമാറിൻ്റെ നിരീക്ഷണം ശരി തന്നെയാണെന്ന് തന്നെ കരുതുക. കുറ്റവാസനയ്ക്ക് പരിഹാരമായി വധശിക്ഷയെ കാണാൻ കഴിയില്ല. പക്ഷേ അസ്ഫാഖ് ആലം ഏത് രീതിയിലുള്ള ശിക്ഷയാണ് അർഹിക്കുന്നത് എന്ന് മനസാക്ഷിയുള്ള സമൂഹം തന്നെയാണ് പറയേണ്ടത്. ലോകം പോലും കണ്ടു തുടങ്ങിയിട്ടില്ലാത്ത ശരി തെറ്റുകൾ പോലും വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ ഇല്ലായ്മപ്പെടുത്തിയ നരാധമന് പിന്നെ പശ്ചാത്തപിക്കാനുള്ള ഇടമാണോ കൊടുക്കേണ്ടത് എന്ന് കൂടി വധശിക്ഷയെ എതിർക്കുന്നവർക്ക് പറയാനുള്ള സാമാന്യ ബോധമുണ്ടെന്ന് കൂടി ഞാനിവിടെ പറയട്ടെ. പ്രേംകുമാർ APJ അബ്ദുൽ കലാമിനെ ഉദാഹരിക്കുന്നത് ഇങ്ങനെയാണ്. രാഷ്ട്രപതിയായിരിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു വധശിക്ഷകൾക്ക് അംഗീകാരം നൽകുക എന്നുള്ളത്. ടു മൈ സർപ്രൈസ്, ഓൾമോസ്റ്റ് ഓൾ കേസസ് വിച്ച് വെയർ പെൻഡിങ് ഹാഡ് എ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബയാസ്. യെസ്, വധശിക്ഷ ലഭിക്കുന്നവരധികവും സമൂഹത്തിൻ്റെ അതിരുകളിൽ അവഗണനകളിൽ ജീവിക്കുന്നവരാണ് എന്നറിയുക. അയാളെ പിന്നെന്തു ചെയ്യണം എന്ന കിടിലൻ ചോദ്യത്തിന് ഉത്തരമല്ല, എന്നാൽ പിന്നെ അയാളെ കൊന്നുകളയണമെന്നത് എന്നറിയുക. അയാളെ പിന്നെന്തു ചെയ്യണം എന്നതിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണെന്ന് അറിയുക. നിങ്ങളുടെ മകളായിരുന്നെങ്കിലോ ഇതിന് ഉത്തരവും ഇതുതന്നെയാണ്. വധശിക്ഷ നിയമപരമായി ഇല്ലാതാക്കുകയോ വിധിക്കപ്പെട്ട ശിക്ഷകൾ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കുകയോ എന്നതാണ് പരിഷ്കൃത ലോകത്ത് നടക്കുന്ന ചർച്ചകൾ, ശ്രമങ്ങൾ എന്നറിയുക. എത്ര കൊടിയ കുറ്റത്തിൻ്റെ പേരിലായാലും ശരി, ഇനിയും മനുഷ്യർ തുടരാൻ പാടില്ലാത്ത പ്രാകൃതമായ ശിക്ഷാരീതിയാണ് തൂക്കിക്കൊല്ലൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രേംകുമാർ തൻ്റെ നിരീക്ഷണം അവസാനിപ്പിക്കുന്നത്. പിന്നീട് പല പോസ്റ്റുകളിലും അദ്ദേഹം തൻ്റെ നിലപാട് എന്ന നിലയിൽ തന്നെയാണ് വധശിക്ഷയ്ക്കെതിരായി പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലുള്ളവർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അസ്ഫാഖ് ആലത്തിന് ലഭിച്ച വിധി അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്ന് തന്നെയാണ്. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുമ്പോൾ മറിച്ചൊന്ന് ചിന്തിക്കുന്നതാണ് വെറൈറ്റി എന്ന് പ്രേംകുമാർ കരുതി കാണും. എന്തുകൊണ്ടാണ് പ്രാകൃതമായ ശിക്ഷാവിധികളിലേക്ക് നമുക്ക് കടക്കേണ്ടി വരുന്നത് എന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. അയാൾ സ്വാതന്ത്ര്യസമര പ്രവർത്തകനോ സർക്കാരിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ പോരാടിയതോ അതുമല്ലെങ്കിൽ തനിക്കെതിരെ വന്നവരെ കൊലപ്പെടുത്തുകയോ ആയിരുന്നില്ല ചെയ്തത്. പ്രാകൃത മനുഷ്യൻ പോലും, എന്തിന് മൃഗങ്ങൾ പോലും ഒരുപക്ഷെ ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാത്ത പ്രവൃത്തി ചെയ്ത ഒരു ഇരുകാലിക്കെതിരെയാണ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരു മൃഗം പോലും ഈ രീതിയിലുള്ള അനീതി കുഞ്ഞുങ്ങളോട് കാണിക്കാറില്ലെന്നും അസ്ഫാഖ് ആലത്തിന് ലഭിച്ച വധശിക്ഷയെ എതിർക്കുന്നവർ കരുതേണ്ടതാണ്. അതുകൊണ്ട് തൽക്കാലം പ്രേംകുമാറിൻ്റെ ന്യായീകരണങ്ങളെ ഒരു വശത്താക്കി നമുക്ക് അടുക്കി വയ്ക്കാം, അതിനെ തരവുള്ളൂ. അസ്ഫാഖിന് ലഭിച്ച വിധിയെ പഴിക്കാത്തവരുണ്ടെങ്കിൽ അവരിലുള്ളതാണ് മനുഷ്യത്വം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ അസ്ഫാഖ് ആലം എത്രത്തോളം കുറ്റകൃത്യം നടത്തിയെന്ന് നമുക്ക് ഒന്ന് നോക്കാം.
13 വകുപ്പുകൾ ചുമത്തിയാണ് അസഫാക്കിന് എതിരെ വിധി പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ഇയാൾ ജീവിക്കാൻ അർഹനാണോ എന്ന്. വധശിക്ഷ നൽകിയിരിക്കുന്നത് കൊലക്കുറ്റത്തിനാണ്. പുറമെ 5 ജീവപര്യന്തവും 49 വർഷത്തെ കഠിന തടവുമാണ് വിധിച്ചിട്ടുള്ളത്. കൂടാതെ 7,20,000 രൂപ പിഴയും ഒടുക്കണം. പിഴയടയ്ക്കാൻ കഴിയാത്ത പക്ഷം തടവ് ശിക്ഷയും അതിനോടൊപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അനുഭവിക്കണം. ഇനി വകുപ്പുകൾ ഒന്ന് നോക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമം, അതായത് IPC 302, അതായത് കൊലക്കുറ്റം, ഇതിന്മേലാണ് മരണം വരെ തൂക്കിലേറ്റാൻ വിധിച്ചിട്ടുള്ളത്. അടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമം 376 2J, ലൈംഗിക ബന്ധത്തിന് അനുമതി നൽകാൻ അശക്തയായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കൽ. ശിക്ഷ ജീവപര്യന്തം തടവ്. അടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമം, അതായത് IPC 377 വകുപ്പ്, പ്രകൃതി വിരുദ്ധ പീഡനം, അതിനും ജീവപര്യന്തം തന്നെയാണ് ശിക്ഷ. അടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 201, തെളിവ് നശിപ്പിക്കൽ, അതിന് 5 വർഷം വരെ കഠിന തടവാണ് ശിക്ഷ. അടുത്തത് IPC 297, മൃതദേഹത്തോട് അനാദരവ് പ്രകടിപ്പിക്കൽ. ഈ വകുപ്പ് എന്തിനെന്നെല്ലാവർക്കും അറിയാം. ഇതിന് 1 വർഷം വരെ കഠിന തടവ് ലഭിക്കും. IPC 364, കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ, 10 വർഷം കഠിന തടവും പിഴയുമാണ് ശിക്ഷ. അടുത്തത് IPC 366A, പ്രായമാകാത്ത കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, ഇതിന് 10 വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത്. അടുത്തത് IPC 367, തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിക്കൽ, ഇതിന് 10 വർഷം കഠിന തടവും പിഴയും ചുമത്തിയിട്ടുണ്ട്. അടുത്തത് IPC 328, കുറ്റകൃത്യം നടത്താനായി ഇരയ്ക്ക് ലഹരി നൽകൽ, അതിന് 10 വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത്. ഈ 13 കുറ്റകൃത്യങ്ങളും അറിയുമ്പോൾ അസ്ഫാക്കാലം എന്ന നരാധമൻ ആ പിഞ്ചു കുഞ്ഞിനെ എത്ര ഭീകരമായിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത് എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇയാൾക്ക് വേണ്ടിയാണ് ചില സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെന്ന് സ്വയം അഹങ്കരിക്കുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിലപിക്കൽ നടത്തുന്നത്. ജീവിക്കാനുള്ള അധികാരത്തിന് കൊലപ്പെടുത്താനും സ്വാതന്ത്ര്യവും മാനവും ഹനിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് കാണുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാവണം. എന്തായിരുന്നാലും ഈ ശിക്ഷ നടപ്പാക്കുന്നതിന് ഇനിയും കടമ്പകളേറെയാണ്. കേരളത്തിൽ മാത്രം 20 കുറ്റവാളികൾ കൊലക്കയർ പ്രതീക്ഷിച്ച് ഇവിടുത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട് എന്ന കാര്യവും നമുക്ക് മറക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഇത്തരം ഇരുകാലി മൃഗങ്ങളെ തിന്ന് കൊഴുത്ത് ജീവിക്കാൻ അനുവദിക്കാതിരിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി തന്നെ കാണേണ്ടതുണ്ട്.